എൻ്റെ പേര് ശൈലേഷ് ബാലൻ. ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നതിന് മുന്നേ ഒരു ബേസിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഗ്രാഫിക് ഡിസൈൻ, ഇല്ലുസ്ട്രേറ്റർ, മൾട്ടിമീഡിയ, ഓട്ടോകാർഡ് പല കോഴ്സും പഠിച്ചു. അധ്യാപകൻ്റെ മകനായിരുന്നു. അച്ഛൻ്റെ അമ്മേൻ്റെ കുടുംബത്തിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചത് കൊണ്ട് ജോലി കിട്ടാതെ പോയ, ജീവിതത്തിൽ ഒന്നും ആകാതെ പോയ ഹതഭാഗ്യനായിരുന്നു. പക്ഷേ ഞാൻ കോടീശ്വരനാണ്. എന്നെ കോടീശ്വരനാക്കിയ കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. 32ാമത്തെ വയസ്സിലാണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നത്. ജീവിതത്തിൽ ഒന്നും ആവാതെ പോയി എന്നുള്ള ഒരുപാട് കുറ്റബോധവും പ്രയാസവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. ആഗ്രഹിച്ചത് വാങ്ങാൻ വേണ്ടി, ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി നമുക്ക് ഒരു പക്ഷേ നമ്മൾ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. ലിവിങ് ഈസ് ഈസി, ബെറ്റർ ലിവിങ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയാം. ജീവിക്കാൻ എളുപ്പമാണ്, നന്നായി ജീവിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മൈലേസ്റ്റ് മാർക്കറ്റ് യോജിച്ചതാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ നന്നായി ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് മൈലേസ്റ്റ് മാർക്കറ്റിന്റെ പ്രസക്തി കിടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹമുള്ളത് വാങ്ങലാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം. നമ്മളൊരു സാരി വാങ്ങാൻ ആഗ്രഹിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ സാരി വാങ്ങാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ സാരിയുടെ വില 5000 രൂപ. പക്ഷെ നമ്മളുടെ ബഡ്ജറ്റ് 2000 രൂപ. ആ സാരി മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ 3000 രൂപയുടെ ഷർട്ട് വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ 1000 രൂപയ്ക്ക് നമ്മൾ ബഡ്ജറ്റ്, അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു 500 രൂപയുടെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് 100 രൂപയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. മക്കളെ നന്നായി പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ വേണ്ട 1 ലക്ഷം രൂപയാണ്. പക്ഷെ നമ്മളെ കയ്യിൽ 10000 രൂപ ഉള്ളത് കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കാറായും വീടായും കുട്ടികളെ എഡ്യൂക്കേഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് ആ പ്രതിസന്ധി വരാനുള്ള കാരണം. അതെന്താണ് കാരണം? ഒറ്റയ്ക്ക് അധ്വാനിച്ചാൽ അങ്ങനെയൊക്കെ നേടാൻ പറ്റൂ. ഒറ്റയ്ക്ക് അധ്വാനിച്ചാൽ അങ്ങനെയൊക്കെ നേടാൻ പറ്റും. ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കൂടണം. വർക്കിംഗ് അവേഴ്സ് കൂടണമെങ്കിൽ മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ആവണം. ആ മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ, വർക്കിംഗ് അവേഴ്സ് കൊണ്ടുവരാൻ ഒറ്റ സ്ട്രാറ്റജി ഈ ലോകത്തുള്ളൂ. ആ സ്ട്രാറ്റജിയുടെ പേരാണ് ടീം വർക്ക്. ടീം വർക്ക്, ടീം വർക്ക്. ഒരു ഒറ്റയ്ക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ടീമായിട്ട് അധ്വാനിച്ചാൽ അൺലിമിറ്റഡ് ആയ കാര്യങ്ങൾ കിട്ടും. ഇതാണ് ഞാൻ ഈ ബിസിനസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അങ്ങനെ തിരഞ്ഞെടുത്തു, കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി, അതിന് റിസൾട്ട് കിട്ടി, കുറച്ച് ആളുകൾ കൊടുത്തു. ആ പറയുന്ന ആളുകൾക്കും റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയോടുകൂടി ഒരു ടീമായി മാറി. വൺ ടീം വൺ ഡ്രീം എന്ന് പറയുന്ന പോലെ ഒരൊറ്റ മനസ്സ്, ഒരേപോലെ ലക്ഷ്യബോധത്തിലേക്ക് പോകുന്ന ഒരു പറ്റം ആളുകൾ എൻ്റെ ഓർഗനൈസേഷനിൽ വന്നു. ഇവർക്കും ഇതേപോലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യത്തിലൂടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ തുടങ്ങി. അവർക്കും കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഞാൻ മനസ്സിലാക്കി ആ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ അവരെ ഞാൻ സഹായിച്ചു. അങ്ങനെ ഘട്ടഘട്ടമായി ഞാൻ വളർന്നു. ഇന്ന് കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രയിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കാൻ എനിക്ക് ഈ കഴിഞ്ഞ ഏതാണ്ട് 8 വർഷക്കാലം കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടോ, ടീമിന് ആളുകൾക്ക് വേണ്ടി എത്രമാത്രം എഫേർട്ട് ഇട്ടോ, അതിനൊക്കെ റിസൾട്ട് എനിക്കും തിരിച്ചു കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥിര വരുമാനം ഇല്ലാതെ പോയ എനിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഗ്രേറ്റ് ലീഡർ ബെന്നി സാറാണ് ഈ ബിസിനസ്സിനെ പരിചയപ്പെടുത്തിയത്. ആ സമയത്ത് ഒരു 15000 രൂപയായിരുന്നു എൻ്റെ ആവറേജ് വരുമാനം. 15000 രൂപ ഒരു മാസ വരുമാനം ഞാൻ പറയുന്നത്. സത്യത്തിൽ ഡെയിലി ഇൻകം 500 രൂപ. 1000 രൂപ ആക്കാൻ എന്ന് പറഞ്ഞാൽ ഡെയിലി 1000 രൂപ ആക്കാൻ, മാസം ഒരു 30000 രൂപ ആക്കാനാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒരു 500 രൂപ അഡീഷണൽ കിട്ടിയാൽ എന്താണോ നേടേണ്ടത് അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളായിരുന്നു. കാരണം ഒരു ബൈക്ക് വാങ്ങണം, സ്വന്തമായിട്ട് ഒരു ബൈക്ക് വാങ്ങണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡ്രസ്സ് ധരിക്കണം, നല്ല ഫുഡ് കഴിക്കണം, ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ. 1 ലക്ഷം രൂപേനെ ചിട്ടിക്ക് ചേരണം, ഇത് മാത്രമേ ആഗ്രഹമുള്ളായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ തിരിഞ്ഞാക്കാൻ നോക്കുന്ന സമയത്ത് കറക്റ്റ് ഈ ബിസിനസ് ചെയ്തു. 2ാമത്തെ കൊല്ലം ആഴ്ച 2,10,000 രൂപ കൈകൊണ്ട് വാങ്ങിച്ചു. ഇന്ന് എൻ്റെ ബ്രാഞ്ച് ഫണ്ടിലും ബ്രാഞ്ച് ടൂറുള്ള ഏതാണ്ട് 15ലധികം വ്യക്തികൾക്ക് ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കാരണക്കാരനായി ഞാൻ മാറി. അങ്ങനെ ഈ ബിസിനസ്സിലൂടെ തുടക്കത്തിൽ സ്പ്ലെൻഡർ ബൈക്കായിട്ടാണ് ബിസിനസ്സിലേക്ക് കടന്നു വന്നെങ്കിൽ ആദ്യത്തെ കാറ് റിക്സിന്റെ LDI എന്ന് പറയുന്ന ബേസ് മോഡൽ കാറിലേക്ക് മാറി. പിന്നെ ഹുണ്ടായി വെർണ എന്ന് പറയുന്ന ഒരു കാറിലേക്ക് മാറി. പിന്നെ 1,00,00,000 രൂപയുടെ ഫോർച്യൂണർ കാറിലേക്ക് മാറി. ഇന്ന് ഞാൻ വന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കായി 90 എന്ന് പറയുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് കാറിലാണ്. ഇങ്ങനെ ഒരു കാറ് പോലും ജീവിതത്തിൽ വരാത്ത എൻ്റെ ജീവിതത്തിലേക്ക് 4 കാറുകൾ സമ്മാനിച്ച കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റ് മാർക്കറ്റിംഗ്. ഇതേപോലെ എൻ്റെ ഓർഗനൈസേഷനിൽ ഏതാണ്ട് ഒരു 10-30ലധികം ആളുകളെ കാർ അച്ചീവറായിട്ട് മാറി. അവരൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, കൈയടിച്ച ഒരു മെസ്സേജ് ഒന്ന് അവസാനിപ്പിക്കുക. ഒരു തടാകത്തിലേക്ക് വീഴുന്ന മഴത്തുള്ളികളെ കാണാതെ പോകും. ഒരു തടാകത്തിലേക്ക് വീഴുന്ന മഴത്തുകൾ കാണാതെ പോകും. പക്ഷെ വീഴുന്നത് താമര ഇതുള്ളാവുന്ന സമയത്ത് സൂര്യപ്രകാശം കറക്റ്റായിട്ട് അവിടെ പതിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങും, പേളുകളാവും, നക്ഷത്രങ്ങളായി മാറും. ശൈലേഷ് ബാലൻ എന്ന് പറഞ്ഞ ഞാൻ ജീവിതത്തിൽ ഒന്നും ആവാതെ പോയതാ. ആ തടാകത്തിലുള്ള ഒരു മഴത്തുള്ളിയായിരുന്നു. പക്ഷെ വീണത് മൈലേസ്റ്റ് മാർക്കറ്റിംഗിലായതുകൊണ്ട് ശൈലേഷ് ബാലൻ ഇന്ന് IT ലീഡറായി മാറി. അതേപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കേണ്ടതായ മേഖലയല്ല പ്രവർത്തിച്ചത്, എത്തേണ്ട സ്ഥലത്തല്ല എത്തിയത്. അതുകൊണ്ട് തന്നെ മൈലേസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഇപ്പൊ നിങ്ങൾ TC മുതൽ ITC വരെ കണ്ട ഞങ്ങളുടെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി നിങ്ങൾക്കും നാളെ ഒരു നക്ഷത്രങ്ങളായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈലേസ്റ്റ്.